പ്രശസ്ത ചലച്ചിത്ര നടനും ദേശീയ പുരസ്കാര ജേതാവുമായ സലിം കുമാർ മലയാളികളെ 3 പതിറ്റാണ്ടോളം ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ജനപ്രിയ നടന്റെ വിയോഗവാർത്ത സിനിമാ ലോകത്തെയും പ്രേക്ഷകരെയും ഒരുപോലെ കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ്. മിമിക്രി വേദികളിലൂടെ കലാരംഗത്തെത്തിയ സലിം കുമാർ 1996 ഇഷ്ടമാണ് 100 വട്ടം എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. തുടർന്ന് പുറത്തിറങ്ങിയ തിങ്കാശിപ്പട്ടണം, കല്യാണരാമൻ, പുലിവാൽ കല്യാണം, മായാവി, ചതിക്കാത്ത ചന്തു തുടങ്ങിയ ചിത്രങ്ങളിലെ ഹാസ്യ കഥാപാത്രങ്ങളിലൂടെ മലയാളികളുടെ മനസ്സിൽ അദ്ദേഹം ചിരപ്രതിഷ്ഠ നേടി. ട്രോൾ ലോകത്തെയും ജനപ്രിയ സംസ്കാരത്തെയും ഇത്രയധികം സ്വാധീനിച്ച മറ്റൊരു നടൻ മലയാളത്തിലുണ്ടോ എന്ന് സംശയമാണ്. ഹാസ്യ സാമ്രാട്ടായി തിളങ്ങി നിൽക്കുമ്പോഴും തൻ്റെ അഭിനയത്തിൻ്റെ മറ്റൊരു തലം അദ്ദേഹം മലയാളിക്ക് കാണിച്ചു തന്നു. 2005 അച്ഛനുറങ്ങാത്ത വീട് എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് മികച്ച സഹനടനുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചു. തുടർന്ന് 2010 സലീം അഹമ്മദ് സംവിധാനം ചെയ്ത ആദമിൻ്റെ മകൻ അബു എന്ന ചിത്രത്തിലെ വിസ്മയകരമായ അഭിനയത്തിലൂടെ മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരവും അദ്ദേഹം സ്വന്തമാക്കി. ഈ ചിത്രം ഇന്ത്യയുടെ ഔദ്യോഗിക ഓസ്കാർ എൻട്രിയായും തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. അഭിനയത്തിനു പുറമെ സംവിധായകൻ, രചയിതാവ് എന്നീ നിലകളിലും അദ്ദേഹം വ്യക്തിമുദ്ര പതിപ്പിച്ചു. കറുത്ത ജൂതൻ എന്ന ചിത്രത്തിലൂടെ മികച്ച കഥയ്ക്കുള്ള സംസ്ഥാന പുരസ്കാരവും അദ്ദേഹത്തെ തേടിയെത്തി. സുനിതയാണ് ഭാര്യ. ചന്തു, ആരോമൽ എന്നിവർ മക്കളാണ്. പ്രിയ നടന്റെ നിര്യാണത്തിൽ ചലച്ചിത്ര സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക്, കേരളീയം ന്യൂസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.